മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗംഗപ്രസാദ് പുഴ നീന്തിക്കടന്ന് കയറിയിരിക്കുകയാണ് കേട്ടോ. കയറാൻ കുറച്ച് പാടായിരുന്നു. കയറി അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അവൻ എന്നിട്ട് പറയുവാണ്, എന്തായാലും ഇന്നിവിടെ തങ്ങാം, രാത്രി മാത്രമേ 2 ദിവസം തങ്ങിയതിന് ശേഷം രാത്രി മാത്രമേ ഇവിടുന്ന് നീന്തി കടന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ പോകുമ്പോൾ ഒരു വലിയൊരു വനമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വനത്തിലേക്ക് ഇവനിങ്ങനെ പതുക്കെ പതുക്കെ നടന്നിട്ട് നോക്കുമ്പോഴേ അതാ നിൽക്കുന്നു കിരൺ. പുറം തിരിഞ്ഞാൽ നിൽക്കുന്നേ. കിരണിനെ കണ്ട് ഇവനിങ്ങനെ നിൽക്കുന്ന സമയത്ത് കിരൺ പതുക്കെ തിരിഞ്ഞ് നോക്കിയിട്ട് പറയുന്നത്, നിന്നേക്കാൾ മുന്നേ ഞാൻ ഈ പുഴയൊക്കെ നീന്തിക്കിടന്ന് ഇങ്ങ് വന്നതാണ്, ഇത് കൊടും വനാടാന്ന് പറയുവാണ്. അപ്പോൾ കിരൺ പറയുന്നത്, നിൻ്റെ അവസാനം അത് മാത്രമേ ഉള്ളൂ എൻ്റെ ലക്ഷ്യം എന്ന് പറയണേട്ടോ. അപ്പോൾ ഉടനെ ഗംഗ ചുറ്റിനും നോക്കിയപ്പോൾ ഒരു കമ്പ് കഷ്ണം കിടക്കണം, കാലുകൊണ്ട് പതുക്കെ ചവിട്ടി അത് പൊക്കത്തിലേക്ക് എടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. ഗംഗ പറയും, നീ ഒരിക്കലും എൻ്റെ ശത്രുവല്ല, നീ ശരിക്കും എൻ്റെ വഴിമുടക്കിയായിട്ട് വന്നതുകൊണ്ടാണ് ശത്രുവായി മാറിയത്. പിന്നെ നിൻ്റെ ഭാര്യ അങ്ങ് വിധവയായിട്ട് ജീവിക്കട്ടെ, നിൻ്റെ ഭാര്യയ്ക്ക് പ്രിയപ്പെട്ടതല്ലായിരുന്നു അമ്മ, അതുകൊണ്ട് നീ ഭർത്താവ് നഷ്ടപ്പെട്ടിട്ട് അവളും വിധവയായിട്ട് ജീവിക്കട്ടെ, എനിക്ക് ചെന്നൈയിൽ പോലും കിട്ടിയിട്ടില്ല ഇതുപോലത്തെ ഒരു എതിരാളി എന്ന് പറയുവാണേ. ഒരു വടി എടുത്തിട്ട് കിരണിൻ്റെ നേരെ എറിയുക. കിരൺ അത് പിടിക്കുകയാണ് കേട്ടോ. പിടിച്ചതിന് ശേഷം അത് വലിച്ച് ദൂരെ എറിഞ്ഞതിന് ശേഷം അവർ തമ്മിൽ നല്ല സ്റ്റണ്ട് നടക്കുവാണ്. കിരണും ഗംഗപ്രസാദ് ആയുധങ്ങളില്ലാതെ ഫൈറ്റിംഗ് എന്ന് വെച്ചാൽ ഒടുക്കത്തെ ഫൈറ്റിങ്. ഗംഗ കിരണിനെ ഇടിച്ച് താഴെ ഇട്ടതിന് ശേഷം നേരെ നെഞ്ചിലൊക്കെ ചവിട്ടിയിട്ട് അവനൊരിടത്ത് ഓടുവാണ് കേട്ടോ. കിരൺ പിന്നാലെ പോവുകയാണ്. കിരൺ വീണ്ടും ഗംഗയെ പിടിച്ച് ചവിട്ടി താഴെയിട്ട് ശരിക്കും ഇടിക്കുകയാണ് കേട്ടോ. അപ്പോൾ കിരണിൻ്റെ മനസ്സിലേക്ക് അമ്മ മരിച്ചതൊരു ഓർമ്മ വരികയാണ് കേട്ടോ. അപ്പോൾ നിനക്ക് എല്ലാവരെയും കൊല്ലാം, നിന്നെ ആരും കൊല്ലരുതല്ലേ. അപ്പോൾ ഗംഗ അപേക്ഷിക്കുകയാണ്, എടാ എന്നെ കൊല്ലല്ലെന്ന് അപേക്ഷിക്കുകയാണ് കിരണിനോട്. പക്ഷേ കിരൺ ഭയങ്കരമായിട്ട് ഇടിക്കുകയാണെന്നിട്ട് പറയണം, ഒരു തെളിവ് പോലും അല്ലാതെ നിന്നെ ഞാൻ തീർക്കൂടാന്ന് പറഞ്ഞു. കിരൺ അവനെ ചവിട്ടി കൂട്ടി അങ്ങ് ഇടുവാണ് കേട്ടോ. അത്ര അവശനായി. എന്നിട്ട് കിരൺ നിന്നെ ഇനി മൃഗങ്ങൾ ഭക്ഷണമാക്കിക്കൊള്ളൂ എന്നും പറഞ്ഞിട്ട് അങ്ങ് ചവിട്ടി തള്ളി ഇടുവാണ് കേട്ടോ ചെയ്യുന്നത്. ശരിക്കും കിരൺ കൊന്നിട്ടില്ല, മരിച്ചിട്ടില്ല ഗംഗ, പക്ഷേ അത്രയും അവശനാണ്. അതിനുശേഷം കിരൺ നദിയിൽ മുങ്ങി കുളിച്ച് നീന്തി കിടക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ അമ്പലത്തിൽ ഇവരെല്ലാവരെയും കാണിക്കുക കേട്ടോ. പ്രകാശൻ പറയട്ടെ, കിരൺ പോയിട്ട് കുറേ നേരമായാലും നമുക്കൊന്ന് തിരഞ്ഞു നോക്കിയാലോ എന്ന് പറയുമ്പോൾ ബൈജു പറയാം, നമ്മൾ എവിടെ പോയി തിരയാനാണ് പ്രകാശേട്ടാന്ന് പറയാണ്. കല്യാണി പറയാം, ആരും പോകണ്ട, എൻ്റെ കിരണേട്ടനൊന്നും സംഭവിക്കില്ല, അവൻ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അന്വേഷിച്ചാൽ മതി എന്ന് പറയാം. അപ്പോൾ ലക്ഷ്മിയും പറയാം, അവനെ കിട്ടി അവനാരും തീർക്കണം, ഞാൻ അവനെ തീർത്തോളാം, എവിടെയെങ്കിലും കെട്ടിയിട്ടിട്ട് എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറയുവാണ്. അവനെ കൊന്നിട്ട് ജയിലിൽ പോകാൻ എനിക്കൊരു മടിയില്ലെന്ന് ലക്ഷ്മിയമ്മ പറയുമ്പോൾ പ്രകാശൻ പറയാം, ലക്ഷ്മി നീയല്ല ചെയ്യേണ്ടത്, ഞാനാ ചെയ്യേണ്ടതെന്ന് പറയുക. ഇവയുടെ ആയുസെടുത്തതും എൻ്റെ മോളെ ഒത്തിരി കരയിച്ചവനുമാണെന്ന് പറയുമ്പോൾ അമ്പലത്തിലെ ഫ്രണ്ടിലേക്ക് ഒരു ഓട്ടോ വന്നിട്ട് ഓട്ടോയിൽ നിന്ന് കിരൺ ഇറങ്ങുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ബൈജു എല്ലാവരും നോക്കുവാണ്. ബൈജു പറയുന്നത്, പ്രകാശേട്ടാ ദേ അളിയൻ വരുന്നു എന്നും പറഞ്ഞിട്ട് കിരണിൻ്റെ നേരെ കഴിച്ചു കൊണ്ടുപോവാണ്. കല്യാണി കിരണിൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ കിരൺ പറയാണ്, കിരണേട്ടാന്ന് വിളിക്കുമ്പോൾ അവൻ പറയാണ്, കല്യാണി ഞാൻ നിനക്ക് തന്ന വാക്ക് പാലിച്ചു, ഇനി ഗംഗപ്രസാദ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് എല്ലാവരുടെയും മുഖത്തൊരു സന്തോഷമാണ്. ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവണം ഇത്രയും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അത്രയും ദുഷ്ടനായവനാണല്ലോ. അപ്പോൾ കാർത്തിക ചോദിക്കുക, എന്താ സംഭവിച്ച കിരണേന്ന് ചോദിക്കുകയാണ്. പിന്നെ കിരൺ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ. കാട്ടിന് വെച്ച് പിന്നെ തല്ലിയതും ഉപദ്രവിച്ചതിന് ഒരു തടിയെടുത്ത് തന്നെ എറിഞ്ഞപ്പോൾ 4 നേരം ഇടയ്ക്കിടയ്ക്ക് ഞാൻ രക്ഷപ്പെട്ടെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അവനെടുത്ത് കൊക്കയിൽ എറിഞ്ഞു എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് കേട്ട് എല്ലാവരും സന്തോഷിക്കുകയാണ്. അപ്പോൾ ബൈജു പറയാണ്, എൻ്റെ അളിയ അതൊന്നും കാണാൻ പറ്റിയില്ലല്ലോ, എൻ്റെ അളിയനൊരു 1.5 അളിയനാന്ന് പറയുമ്പോൾ ബാലമാമയും പറയുകയാണ്, ശരിയാണ്, ഞങ്ങൾക്കത് കാണാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ എന്ന്. കിരൺ ചോദിക്കുക, പോലീസ് സ്റ്റെഫിയെ കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പോൾ പ്രകാശൻ പറയുക, കൊണ്ടുപോയി, പിന്നെ കല്യാണി മോളുടെ കൈയുടെ കരുത്ത് അവൾ അറിഞ്ഞിട്ടാണ് പോയെന്ന് പറയുമ്പോൾ കിരൺ പറയും, ജയിലിൽ പോയി അവളെ ഒന്ന് കാണണം, കണ്ടിട്ട് അവനില്ല, അവനുണ്ടാവില്ല എന്ന് പറയണം. പിന്നെ അവനെ കൊന്നത് നമ്മളാണെന്ന് പറഞ്ഞാൽ എത്ര വലിയ ദുഷ്ടനാണെങ്കിലും നമുക്കെതിരെ കേസ് വരും, അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും പറയാതെ അവനിനി തിരിച്ചു വരില്ല എന്ന് അവളെ അറിയിക്കണം എന്ന് പറയുവാണേ. അപ്പോൾ കല്യാണി പറയും, അവന് മരിച്ചു പോയപ്പോൾ അവന് മോക്ഷം കിട്ടത്തില്ല, കാരണം എൻ്റെ അമ്മയുടെ ആത്മാവ് എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാവും എന്ന് പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ രതീഷിനെയും കാദംബരിയും കാണിക്കുവാണ്. അപ്പോൾ കാദംബരി പറയാണ്, അമ്പലത്തിൽ പോയവർ എന്തായാലും കാണുന്നില്ലല്ലോ, ഇതെന്താ ഇത്ര താമസിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവർ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ, അവർ രണ്ടുപേരും കൂടി, രതീഷും കാദംബരിയും കൂടി. അപ്പോൾ രതീഷ് പറയണേ, എന്നോട് വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്നാണ് കിരൺ സാർ പറഞ്ഞതെന്ന് പറയണേ. അപ്പോൾ അവൾ പറയുക, ആരെങ്കിലും ഒന്ന് പുറത്തേക്ക് പോയാൽ ഭയങ്കര ടെൻഷനാണെന്ന് പറയുവാണ്. അങ്ങനെ അവർ ഇതിനെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് വണ്ടി കയറി വരുന്ന വണ്ടി ഹോൺ അടിക്കുന്ന സൗണ്ട് കേൾക്കട്ടെ. നേരെ പോയിട്ട് നോക്കുവാണ്, വാതിക്കലോട്ട് ചെല്ലുമ്പോൾ അതേ അവരെത്തിയല്ലോ എന്ന് പറയുകയാണ് രതീഷ്. അപ്പം ഇറങ്ങി അങ്ങ് ചെല്ലുന്ന സമയത്ത് കിരൺ ഇറങ്ങുന്നു, പിന്നെ പ്രകാശൻ ഇറങ്ങുന്നു, ബൈജും കല്യാണം ഇറങ്ങിയിട്ട് ഇവർ 4 ആളും കൂടി കാറിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. കിരൺ കാറിൽ ചേർന്ന് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം
ഇവരിറങ്ങിയിട്ട് പറയണത് നിങ്ങളെ കുറിച്ച് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്താ വൈകുന്നതെന്ന്. അപ്പം കിരൺ പറയുവാണേ, പിന്നെ കിരൺ അങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്തേക്ക് പ്രകാശൻ പറയുകയാണ്, മോളെ സന്തോഷിക്കാൻ ഒരു വകയായിട്ടാണ് വന്നിരിക്കുന്നത്. മോളുടെ അമ്മയെ കൊന്ന ദീപയെ കൊന്നവന് എൻ്റെ മരുമോൻ കൊന്നിരിക്കുന്നു, അവനെ തട്ടിക്കളഞ്ഞു എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നേരെ ഇവർക്ക് സന്തോഷം. അപ്പോൾ രതീഷ് പറയൂ എന്താ സംഭവിച്ചേക്കും, ഭയങ്കര ക്യൂരിയോസിറ്റി, എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ആ സ്റ്റോറി വീണ്ടും പറയട്ടെ. ഇത് റിപ്പീറ്റ് ഒരു 3 വട്ടം ഈ സ്റ്റോറി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറഞ്ഞ് നിങ്ങളെ മടുപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്നിട്ട് പിന്നെ കാദംബരി പറയാം കല്യാണി എന്തായാലും സന്തോഷമായി എന്ന് പറയാണ്. അപ്പോൾ പ്രകാശൻ പറയണേ, കല്യാണിയുടെ അമ്മ ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് കല്യാണി തന്നെയാണ്, പക്ഷേ അവൾക്കൊരാശ്വാസമല്ലേ ഇതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഉടനെ പ്രകാശൻ പറയുകയാണ്, മോനെ നന്ദിയുണ്ട് മോനെ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പം പിന്നെ കിരൺ പറയാം, അച്ഛൻ നന്ദിയൊന്നും പറയേണ്ട കാര്യമില്ല, കാരണം എൻ്റെ കല്യാണി അത്രമാത്രം സ്നേഹിച്ച അമ്മയാണ്. അപ്പോൾ ആ കല്യാണി എത്രമാത്രം സ്നേഹിച്ച അമ്മയ്ക്ക് തിരിച്ച് ഞാൻ ആത്മാവിനായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ട, അതിന് വേണ്ടിയിട്ട് ആത്മാവിന് ഒരു സന്തോഷം കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് കിരൺ പറയാണ്, ഇന്ന് കാട്ടിലെ മൃഗങ്ങൾക്ക് അവന് അന്നദാനമായി ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവനെ മണ്ണിട്ട് മൂടാൻ പാടില്ല, അവനെ കത്തിച്ച് കളയാൻ പാടില്ല, അവന് ഇങ്ങനെ മോശം കിട്ടാതെ നടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ സ്റ്റെഫി ജയിലിലായത് ലോക്കപ്പിലായ കാര്യങ്ങളും കിരൺ പറയുന്നുണ്ട് കേട്ടോ രതീഷിനോട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, സന്തോഷകരമായൊരു നിമിഷമാണെന്ന് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യം പറയട്ടെ, ഗംഗാപ്രസാദിനെ കൊക്കയെ കണ്ടിട്ടാലും ജീവൻ വയ്ക്കുന്ന സൈസാണവൻ, അത് വേറൊരു കേസ്. എന്നിട്ട് നേരെ കല്യാണി പറയാം, അവൻ മരിച്ചതിൽ സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ അമ്മ തിരിച്ചു വരില്ലല്ലോ എന്നുള്ളൊരു ദുഃഖം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കല്യാണി അകത്തോട് സങ്കടപ്പെട്ട് പോവാണ്. അപ്പോൾ നേരെ പിന്നെ പ്രകാശൻ പറയണം അവളുടെ വിഷമം ഒരിക്കലും മാറില്ല എന്ന് പറയണം. എന്നിട്ട് അതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.